പുറപ്പാട് പുസ്തകം 24 അധ്യായം. അവൻ പിന്നെയും മോശയോട്, നീയും അഹരോനും നാദാബും അബീഹൂവും ഇസ്രായേൽ മൂപ്പന്മാരിൽ 70 പേരും യഹോവയുടെ അടുക്കൽ കയറി വന്ന് ദൂരത്ത് നിന്ന് നമസ്കരിപ്പിൻ. മോശ മാത്രം യഹോവയ്ക്ക് അടുത്തു വരട്ടെ, അവർ അടുത്തു വരരുത്. ജനം അവനോടുകൂടെ കയറി വരികയും അരുത് എന്ന് കൽപ്പിച്ചു. എന്നാറെ മോശ വന്നു യഹോവയുടെ വചനങ്ങളും ന്യായങ്ങളുമെല്ലാം ജനത്തെ അറിയിച്ചു. യഹോവ കൽപ്പിച്ച സകല കാര്യങ്ങളും ഞങ്ങൾ ചെയ്യും എന്ന് ജനമൊക്കെയും ഏക ശബ്ദത്തോടെ ഉത്തരം പറഞ്ഞു. മോശ യഹോവയുടെ വചനങ്ങളൊക്കെയും എഴുതി അതികാലത്ത് എഴുന്നേറ്റ് പർവ്വതത്തിൻ്റെ അടിവാരത്ത് ഒരു യാഗപീഠവും ഇസ്രായേലിൻ്റെ 12 ഗോത്രങ്ങളുടെ സംഖ്യക്കൊത്തവണ്ണം 12 തൂണും പണിതു. പിന്നെ അവർ ഇസ്രായേൽ മക്കളിൽ ചില ബാല്യക്കാരെ അയച്ചു. അവർ ഹോമയാഗങ്ങളെ കഴിച്ചു. യഹോവയ്ക്ക് സമാധാന യാഗങ്ങളായി കാളകളെയും അർപ്പിച്ചു. മോശ രക്തത്തിൽ പാതി എടുത്ത് പാത്രങ്ങളിൽ ഒഴിച്ചു. രക്തത്തിൽ പാതി യാഗപീഠത്തിന്മേൽ തളിച്ചു. അവൻ നിയമപുസ്തകം എടുത്തു ജനം കേൾക്കെ വായിച്ചു. യഹോവ കൽപ്പിച്ചതൊക്കെയും ഞങ്ങൾ അനുസരിച്ച് നടക്കുമെന്ന് അവർ പറഞ്ഞു. അപ്പോൾ മോശ രക്തമെടുത്ത് ജനത്തിന്മേൽ തളിച്ചു. ഈ സകല വചനങ്ങളും ആധാരമാക്കി യഹോവ നിങ്ങളോട് ചെയ്തിരിക്കുന്ന നിയമത്തിൻ്റെ രക്തം ഇതാ എന്ന് പറഞ്ഞു. അനന്തരം മോശയും അഹരോനും നാദാബും അബീഹുവും ഇസ്രായേൽ മൂപ്പന്മാരിൽ 70 പേരും കൂടെ കയറി ചെന്നു. അവർ ഇസ്രായേലിന്റെ ദൈവത്തെ കണ്ടു. അവന്റെ പാദങ്ങൾക്കു കീഴെ നീലക്കല്ല് പടുത്ത തളം പോലെയും ആകാശത്തിൻ്റെ സ്വച്ഛത പോലെയും ആയിരുന്നു. ഇസ്രായേൽ മക്കളുടെ പ്രമാണികൾക്ക് തൃക്കയ്യാൽ ഒന്നും ഭവിച്ചില്ല. അവർ ദൈവത്തെ കണ്ടു, ഭക്ഷണപാനീയങ്ങൾ കഴിച്ചു. പിന്നെ യഹോവ മോശയോട്, നീ എൻ്റെ അടുക്കൽ പർവ്വതത്തിൽ കയറി വന്ന് അവിടെ ഇരിക്ക. ഞാൻ നിനക്ക് കൽപ്പലകകളും നീ അവരെ ഉപദേശിക്കേണ്ടതിന് ഞാൻ എഴുതിയ ന്യായപ്രമാണവും കൽപ്പനകളും തരും എന്നരുളി ചെയ്തു. അങ്ങനെ മോശയും അവൻ്റെ ശുശ്രൂഷക്കാരനായ യോശുവയും എഴുന്നേറ്റു. മോശ ദൈവത്തിൻ്റെ പർവ്വതത്തിൽ കയറി. അവൻ മൂപ്പന്മാരോട്, ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരുവോളം ഇവിടെ താമസിപ്പിൻ. അഹരോനും ഹൂരും നിങ്ങളോട് കൂടെ ഉണ്ടല്ലോ. ആർക്കെങ്കിലും വല്ല കാര്യവും ഉണ്ടായാൽ അവൻ അവരുടെ അടുക്കൽ ചെല്ലട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ മോശ പർവ്വതത്തിൽ കയറിപ്പോയി. ഒരു മേഘം പർവ്വതത്തെ മൂടി. യഹോവയുടെ തേജസ്സും സീനായി പർവ്വതത്തിൽ ആവസിച്ചു. മേഘം 6 ദിവസം അതിനെ മൂടിയിരുന്നു. അവൻ 7-ാം ദിവസം മേഘത്തിൻ്റെ നടുവിൽ നിന്ന് മോശയെ വിളിച്ചു. യഹോവയുടെ തേജസ്സിൻ്റെ കാഴ്ച പർവ്വതത്തിൻ്റെ മുകളിൽ കത്തുന്ന തീ പോലെ ഇസ്രായേൽ മക്കൾക്ക് തോന്നി. മോശയോ മേഘത്തിൻ്റെ നടുവിൽ പർവ്വതത്തിൽ കയറി. മോശ 40 പകലും 40 രാവും പർവ്വതത്തിൽ ആയിരുന്നു. പുറപ്പാട് പുസ്തകം 25 അധ്യായം. യഹോവ മോശയോട് കൽപ്പിച്ചത് എന്തെന്നാൽ, എനിക്ക് വഴിപാട് കൊണ്ടുവരുവാൻ ഇസ്രായേൽ മക്കളോട് പറക. നല്ല മനസ്സോടെ തരുന്ന ഏവനോടും നിങ്ങൾ എനിക്ക് വേണ്ടി വഴിപാട് വാങ്ങണം. അവരോട് വാങ്ങേണ്ടുന്ന വഴിപാടോ പൊന്ന്, വെള്ളി, താമ്രം, നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ, പഞ്ഞിനൂൽ, കോലാട്ടുരോമം, ചുവപ്പിച്ച ആട്ടുകൊറ്റത്തോൽ, തഹശൂതോൽ, ഗദിരമരം, വിളക്കിന് എണ്ണ, അഭിഷേക തൈലത്തിനും പരിമള ധൂപത്തിനും സുഗന്ധവർഗം, ഏഫോദിനും മാൽബത്തക്കത്തിനും പതിപ്പാൻ ഗോമേദകക്കല്ല്, രത്നങ്ങൾ എന്നിവ തന്നെ. ഞാൻ അവരുടെ നടുവിൽ വസിപ്പാൻ അവർ എനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. തിരുനിവാസവും അതിൻ്റെ ഉപകരണങ്ങളും ഞാൻ കാണിക്കുന്ന മാതൃക പ്രകാരമൊക്കെയും തന്നെ ഉണ്ടാക്കണം. ഗദിരമരം കൊണ്ട് ഒരു പെട്ടകം ഉണ്ടാക്കണം. അതിന് 2.5 മുഴം നീളവും 1.5 മുഴം വീതിയും 1.5 മുഴം ഉയരവും വേണം. അത് മുഴുവനും തങ്കം കൊണ്ട് പൊതിയണം. അകത്തും പുറത്തും പൊതിയണം. അതിൻ്റെ മേൽ ചുറ്റും പൊന്നുകൊണ്ടുള്ള ഒരു വക്കും ഉണ്ടാക്കണം. അതിന് 4 പൊൻവളയം വാർപ്പിച്ച് 4 കാലിലും ഇപ്പുറത്ത് 2 വളയവും അപ്പുറത്ത് 2 വളയവുമായി തറയ്ക്കണം. ഗദിരമരം കൊണ്ട് തണ്ടുകൾ ഉണ്ടാക്കി പൊന്നുകൊണ്ട് പൊതിയണം. തണ്ടുകളാൽ പെട്ടകം ചുമക്കേണ്ടതിന് പെട്ടകത്തിൻ്റെ പാർശ്വങ്ങളിലുള്ള വളയങ്ങളിൽ അവ ചെലുത്തേണം. തണ്ടുകൾ പെട്ടകത്തിൻ്റെ വളയങ്ങളിൽ ഇരിക്കണം. അവയെ അതിൽ നിന്ന് ഊരരുത്.
ഞാൻ തരുവാനിരിക്കുന്ന സാക്ഷ്യം പെട്ടകത്തിൽ വെക്കണം. തങ്കം കൊണ്ട് കൃപാസനം ഉണ്ടാക്കണം. അതിൻ്റെ നീളം 2.5 മുഴവും വീതി 1.5 മുഴവുമായിരിക്കണം. പൊന്നുകൊണ്ട് 2 കെരൂബുകളെ ഉണ്ടാക്കണം. കൃപാസനത്തിൻ്റെ 2 അറ്റവും അടിപ്പുപണിയായി പൊന്നുകൊണ്ട് അവയെ ഉണ്ടാക്കണം. ഒരു കെരൂബിനെ ഒരറ്റത്തും മറ്റേ കെരൂബിനെ മറ്റേ അറ്റത്തും ഉണ്ടാക്കണം. കെരൂബുകളെ കൃപാസനത്തിൽ നിന്നുള്ളവയായി അതിൻ്റെ 2 അറ്റത്തും ഉണ്ടാക്കണം. കെരൂബുകൾ മേലോട്ട് ചിറകു വിടർത്തി ചിറകുകൊണ്ട് കൃപാസനത്തെ മൂടുകയും തമ്മിൽ അഭിമുഖമായിരിക്കുകയും വേണം. കെരൂബുകളുടെ മുഖം കൃപാസനത്തിനു നേരെ ഇരിക്കണം. കൃപാസനത്തെ പെട്ടകത്തിന്മീതെ വയ്ക്കണം. ഞാൻ തരുവാനിരിക്കുന്ന സാക്ഷ്യം പെട്ടകത്തിനകത്ത് വയ്ക്കണം. അവിടെ ഞാൻ നിനക്ക് പ്രത്യക്ഷനായി കൃപാസനത്തിന്മേൽ നിന്നും സാക്ഷ്യപെട്ടകത്തിന്മേൽ നിൽക്കുന്ന 2 കെരൂബുകളുടെ നടുവിൽ നിന്നും ഇസ്രായേൽ മക്കൾക്കായി ഞാൻ നിന്നോട് കൽപ്പിക്കാനിരിക്കുന്ന സകലവും നിന്നോട് അരുളി ചെയ്യും. ഗദിരമരം കൊണ്ട് ഒരു മേശ ഉണ്ടാക്കണം. അതിൻ്റെ നീളം 2 മുഴവും വീതി 1 മുഴവും ഉയരം 1.5 മുഴവുമായിരിക്കണം. അത് തങ്കം കൊണ്ട് പൊതിഞ്ഞ് ചുറ്റും പൊന്നുകൊണ്ട് ഒരു വക്കും ഉണ്ടാക്കണം. ചുറ്റും അതിന് 4 വിരൽ വീതിയുള്ള ഒരു ചട്ടവും ചട്ടത്തിന് ചുറ്റും പൊന്നുകൊണ്ടൊരു വക്കും ഉണ്ടാക്കണം. അതിന് 4 പൊൻവളയം ഉണ്ടാക്കണം. വളയം 4 കാലിൻ്റെയും പാർശ്വങ്ങളിൽ തറയ്ക്കണം. മേശ ചുമക്കേണ്ടതിന് തണ്ട് ചെലുത്തുവാൻ വേണ്ടി വളയം ചട്ടത്തിന് ചേർന്നിരിക്കണം. തണ്ടുകൾ ഗദിരമരം കൊണ്ടുണ്ടാക്കി പൊന്നുകൊണ്ട് പൊതിയണം. അവ കൊണ്ട് മേശ ചുമക്കണം. അതിൻ്റെ തളികകളും കരണ്ടികളും പകരുന്നതിനുള്ള കുടങ്ങളും കിണ്ടികളും ഉണ്ടാക്കണം. തങ്കം കൊണ്ട് അവയുണ്ടാക്കണം. മേശമേൽ നിത്യം കാഴ്ചയപ്പം എൻ്റെ മുമ്പാകെ വയ്ക്കണം. തങ്കം കൊണ്ട് ഒരു നിലവിളക്ക് ഉണ്ടാക്കണം. നിലവിളക്ക് അടിപ്പുപണിയായിരിക്കണം. അതിൻ്റെ ചുവടും തണ്ടും പുഷ്പപുടങ്ങളും മുട്ടുകളും പൂക്കളും അതിൽ നിന്ന് തന്നെ ആയിരിക്കണം. നിലവിളക്കിൻ്റെ 3 ശാഖ ഒരു വശത്തു നിന്നും നിലവിളക്കിൻ്റെ 3 ശാഖ മറ്റേ വശത്തു നിന്നും ഇങ്ങനെ 6 ശാഖ അതിൻ്റെ പാർശ്വങ്ങളിൽ നിന്ന് പുറപ്പെടണം. ഒരു ശാഖയിൽ ഓരോ മുട്ടും ഓരോ പൂവുമായി ബദാം പൂ പോലെ 3 പുഷ്പപുടവും മറ്റൊരു ശാഖയിൽ ഓരോ മുട്ടും ഓരോ പൂവുമായി ബദാം പൂ പോലെ 3 പുഷ്പപുടവും ഉണ്ടായിരിക്കണം. നിലവിളക്കിൽ നിന്ന് പുറപ്പെടുന്ന 6 ശാഖയ്ക്കും അങ്ങനെ തന്നെ വേണം. വിളക്കു തണ്ടിലോ മുട്ടുകളോടും പൂക്കളോടും കൂടിയ ബദാം പൂ പോലെ 4 പുഷ്പപുടം ഉണ്ടായിരിക്കണം. അതിൽ നിന്നുള്ള 2 ശാഖയ്ക്ക് കീഴെ 1 മുട്ടും മറ്റു 2 ശാഖയ്ക്കു കീഴെ 1 മുട്ടും മറ്റു 2 ശാഖയ്ക്കു കീഴെ 1 മുട്ടും ഇങ്ങനെ നിലവിളക്കിൽ നിന്ന് പുറപ്പെടുന്ന 6 ശാഖയ്ക്കും വേണം. അവയുടെ മുട്ടുകളും ശാഖകളും അതിൽ നിന്ന് തന്നെ ആയിരിക്കണം. മുഴുവനും തങ്കം കൊണ്ട് ഒറ്റ അടുപ്പുപണിയായിരിക്കണം. അതിന് 7 ദീപമുണ്ടാക്കി നേരെ മുമ്പോട്ട് പ്രകാശിപ്പാൻ തക്കവണ്ണം ദീപങ്ങളെ കൊളുത്തേണം. അതിൻ്റെ ചവണകളും കരിന്തിരി പാത്രങ്ങളും തങ്കം കൊണ്ട് ആയിരിക്കണം. അതും ഈ ഉപകരണങ്ങളൊക്കെയും 1 താലന്ത് തങ്കം കൊണ്ടുണ്ടാക്കണം. പർവ്വതത്തിൽ വെച്ചു കാണിച്ചു തന്ന മാതൃക പ്രകാരം അവയുണ്ടാക്കുവാൻ സൂക്ഷിച്ചു കൊള്ളണം. പുറപ്പാട് പുസ്തകം 26-ാം അധ്യായം. തിരുനിവാസത്തെ പിരിച്ച പഞ്ഞുനൂൽ, നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പ് നൂൽ എന്നിവ കൊണ്ടുണ്ടാക്കിയ 10 മൂടുശീല കൊണ്ട് തീർക്കണം. നെയ്ത്തുകാരൻ്റെ ചിത്രപ്പണിയായ കെരൂബുകൾ ഉള്ളവയായി അവയെ ഉണ്ടാക്കണം. ഓരോ മൂടുശീലയ്ക്ക് 28 മുഴം നീളവും ഓരോ മൂടുശീലയ്ക്ക് 4 മുഴം വീതിയും ഇങ്ങനെ മൂടുശീലയ്ക്കെല്ലാം ഒരളവ് ആയിരിക്കണം. 5 മൂടുശീല ഒന്നോടൊന്ന് ഇണച്ചിരിക്കണം. മറ്റേ 5 മൂടുശീലയും ഒന്നോടൊന്ന് ഇണച്ചിരിക്കണം. ഇങ്ങനെ ഇണച്ചുണ്ടാക്കിയ 1-ാമത്തെ വിരിയുടെ അറ്റത്തുള്ള മൂടുശീലയുള്ള വിളുമ്പിൽ നീലനൂൽ കൊണ്ട് കണ്ണി ഉണ്ടാക്കണം. 2-ാമത്തെ വിരിയുടെ പുറത്തെ മൂടുശീലയുള്ള വിളുമ്പിനും അങ്ങനെ തന്നെ ഉണ്ടാക്കണം. ഒരു മൂടുശീലയിൽ 50 കണ്ണി ഉണ്ടാക്കണം. 2-ാമത്തെ വിരിയുള്ള മൂടുശീലയുടെ വിളുമ്പിലും 50 കണ്ണി ഉണ്ടാക്കണം. കണ്ണി നേർക്കുനേരെ ആയിരിക്കണം. പൊന്നുകൊണ്ട് 50 കൊളുത്തും ഉണ്ടാക്കണം. തിരുനിവാസം ഒന്നായിരിക്കാൻ തക്കവണ്ണം
മൂടുശീലകളെ കൊളുത്തുകൊണ്ട് ഒന്നിച്ച് ഇണയ്ക്കണം. തിരുനിവാസത്തിന്മേൽ മൂടുവിരിയായി കോലാട്ടു രോമം കൊണ്ട് മൂടുശീല ഉണ്ടാക്കണം. 11 മൂടുശീല വേണം. ഓരോ മൂടുശീലയ്ക്ക് 30 മുഴം നീളവും ഓരോ മൂടുശീലയ്ക്ക് 4 മുഴം വീതിയും, ഇങ്ങനെ മൂടുശീല 11 ഒരളവ് ആയിരിക്കണം. 5 മൂടുശീല ഒന്നായും 6 മൂടുശീല ഒന്നായും ഇണച്ച് 6-ാമത്തെ മൂടുശീല കൂടാരത്തിന് മുൻവശത്ത് മടക്കിയിടണം. ഇണച്ചുണ്ടാക്കിയ 1-ാമത്തെ വരിയുടെ അറ്റത്തുള്ള മൂടുശീലയുടെ വിളുമ്പിൽ 50 കണ്ണിയും 2-ാമത്തെ വരിയിലെ മൂടുശീലയുടെ വിളുമ്പിൽ 50 കണ്ണിയും ഉണ്ടാക്കണം. താമ്രം കൊണ്ട് 50 കൊളുത്തും ഉണ്ടാക്കി കൊളുത്ത് കണ്ണിയിലിട്ട് കൂടാരം ഒന്നായിരിക്കത്തക്കവണ്ണം ഇണച്ചുകൊള്ളണം. മൂടുവിരിയുടെ മൂടുശീലയിൽ മിച്ചമായി കവിഞ്ഞു കിടക്കുന്ന പാതി മൂടുശീല തിരുനിവാസത്തിൻ്റെ പിൻവശത്ത് തൂങ്ങിക്കിടക്കണം. മൂടുവിരിയുടെ മൂടുശീല നീളത്തിൽ ശേഷിപ്പുള്ളത് ഇപ്പുറത്ത് 1 മുഴവും അപ്പുറത്ത് 1 മുഴവും, ഇങ്ങനെ തിരുനിവാസത്തെ മൂടേണ്ടതിന് അതിൻ്റെ 2 പാർശ്വങ്ങളിലും തൂങ്ങിക്കിടക്കണം. ചുവപ്പിച്ച ആട്ടുകൊറ്റൻ തോൽ കൊണ്ട് മൂടുവിരിക്ക് ഒരു പുറംമൂടിയും അതിൻ്റെ മീതെ തഹശൂ തോൽ കൊണ്ട് ഒരു പുറംമൂടിയും ഉണ്ടാക്കണം. തിരുനിവാസത്തിന് ഖദിരമരം കൊണ്ട് നിവിരെ നിൽക്കുന്ന പലകകളും ഉണ്ടാക്കണം. ഓരോ പലകയ്ക്ക് 10 മുഴം നീളവും 1.5 മുഴം വീതിയും ഉണ്ടായിരിക്കണം. ഓരോ പലകയ്ക്ക് ഒന്നോടൊന്ന് ചേർന്നിരിക്കുന്ന 2 കുടുമ ഉണ്ടായിരിക്കണം. തിരുനിവാസത്തിൻ്റെ പലകയ്ക്ക് ഒക്കെയും അങ്ങനെ തന്നെ ഉണ്ടാക്കണം. തിരുനിവാസത്തിന് പലകകൾ ഉണ്ടാക്കണം. തെക്കുവശത്തേക്ക് 20 പലക, 20 പലകയ്ക്കും താഴെ വെള്ളികൊണ്ട് 40 ചുവട്. ഒരു പലകയുടെ അടിയിൽ 2 കുടുമയ്ക്ക് 2 ചുവടും മറ്റൊരു പലകയുടെ അടിയിൽ 2 കുടുമയ്ക്ക് 2 ചുവടും, ഇങ്ങനെ 20 പലകയുടെയും അടിയിൽ വെള്ളികൊണ്ട് 40 ചുവട് ഉണ്ടാക്കണം. തിരുനിവാസത്തിൻ്റെ മറുപുറത്ത് വടക്കുവശത്തേക്ക് 20 പലകയും ഒരു പലകയുടെ താഴെ 2 ചുവട്, മറ്റൊരു പലകയുടെ താഴെ 2 ചുവട്, ഇങ്ങനെ അവയ്ക്ക് 40 വെള്ളിച്ചുവടും ഉണ്ടാക്കണം. തിരുനിവാസത്തിൻ്റെ പിൻവശത്ത് പടിഞ്ഞാറോട്ട് 6 പലക ഉണ്ടാക്കണം. തിരുനിവാസത്തിൻ്റെ 2 വശത്തുമുള്ള മൂലയ്ക്ക് ഈ 2 പലക ഉണ്ടാക്കണം. ഇവ താഴെ ഇരട്ടിയായിരിക്കണം. മേലറ്റത്തോ 1-ാം വളയം വരെ തമ്മിൽ ചേർന്ന് ഒറ്റയായിരിക്കണം. 2നും അങ്ങനെ തന്നെ വേണം. അവ 2 മൂലയ്ക്കും ഇരിക്കണം. ഇങ്ങനെ 8 പലകയും അവയുടെ വെള്ളിച്ചുവട്, ഒരു പലകയുടെ അടിയിൽ 2 ചുവട്, മറ്റൊരു പലകയുടെ അടിയിൽ 2 ചുവട്, ഇങ്ങനെ 16 വെള്ളിച്ചുവടും വേണം. ഖദിരമരം കൊണ്ട് അന്താഴങ്ങൾ ഉണ്ടാക്കണം. തിരുനിവാസത്തിൻ്റെ ഒരു ഭാഗത്തെ പലകയ്ക്ക് 5 അന്താഴം, തിരുനിവാസത്തിൻ്റെ മറുഭാഗത്തെ പലകയ്ക്ക് 5 അന്താഴം. തിരുനിവാസത്തിൻ്റെ പടിഞ്ഞാറേ ഭാഗത്ത് പിൻവശത്തെ പലകയ്ക്ക് 5 അന്താഴം. നടുവിലത്തെ അന്താഴം പലകയുടെ നടുവിൽ ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റത്തോളം ചെല്ലുന്നതായിരിക്കണം. പലക പൊന്നുകൊണ്ട് പൊതിയുകയും അന്താഴം ചെലുത്തുവാനുള്ള അവയുടെ വളയങ്ങൾ പൊന്നുകൊണ്ടുണ്ടാക്കുകയും വേണം. അന്താഴങ്ങൾ പൊന്നുകൊണ്ട് പൊതിയണം. അങ്ങനെ പർവ്വതത്തിൽ വെച്ച് കാണിച്ചു തന്ന പ്രമാണപ്രകാരം നീ തിരുനിവാസം നിവർത്തേണം. നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ, പിരിച്ച പഞ്ഞുനൂൽ എന്നിവ കൊണ്ട് ഒരു തിരശീല ഉണ്ടാക്കണം. നെയ്ത്തുകാരൻ്റെ ചിത്രപ്പണിയായ കെരൂബുകളുള്ളതായി അതിനെ ഉണ്ടാക്കണം. പൊന്നു പൊതിഞ്ഞതും പൊൻകൊടുത്തുള്ളതും വെള്ളി കൊണ്ടുള്ള 4 ചുവടിന്മേൽ നിൽക്കുന്നതുമായ 4 ഖദിരസ്തംഭങ്ങളിന്മേൽ അത് തൂക്കിയിടണം. കൊളുത്തുകളിൽ തിരശീല തൂക്കി സാക്ഷ്യപ്പെട്ടകം തിരശീലയ്ക്കകത്ത് കൊണ്ടുചെന്ന് വെക്കണം. തിരശീല വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും തമ്മിൽ വേർതിരിക്കുന്നതായിരിക്കണം. അതിവിശുദ്ധ സ്ഥലത്ത് സാക്ഷ്യപ്പെട്ടകത്തിന്മീതെ കൃപാസനം വെക്കണം. തിരശീലയുടെ പുറമെ നേശയും നേശയ്ക്കെതിരെ തിരുനിവാസത്തിൻ്റെ തെക്കുഭാഗത്ത് നിലവിളക്കും വയ്ക്കണം. നേശ വടക്കുഭാഗത്ത് വയ്ക്കണം. നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ, പിരിച്ച പഞ്ഞുനൂൽ എന്നിവ കൊണ്ട് ചിത്രത്തയ്യൽപ്പണിയായ ഒരു മറയും കൂടാരത്തിൻ്റെ വാതിലിന് ഉണ്ടാക്കണം.
മരശീലയ്ക്ക് ഖദിരമരം കൊണ്ട് 5 തൂണുണ്ടാക്കി പൊന്നുകൊണ്ട് പൊതിയണം. അവയുടെ കൊളുത്ത് പൊന്നുകൊണ്ടായിരിക്കണം. അവയ്ക്ക് താമ്രം കൊണ്ട് 5 ചുവടും വാർപ്പിക്കണം.